വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഞ്ചിനീയറിംഗ് ജിയോളജി. നമ്മളിന്ന് മോഡ്യൂൾ 5 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് മോഡ്യൂൾ 5ൻ്റെ സിലബസ്. ഇത് സ്ട്രക്ചറൽ ജിയോളജിയാണ് മോഡ്യൂൾ 5ൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, the branch of geology that deals with the morphology, classification, mechanism and cause of the development of this rock structure is distinguished as structural geology. Okay, ഇതിൻ്റെ എല്ലാ ഫോർമേഷനും ക്ലാസിഫിക്കേഷനും ഇതെല്ലാം കൂടി നമ്മൾ സ്ട്രക്ചറൽ ജിയോളജി എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രൈമറി സ്ട്രക്ചറും ഉണ്ട്, അതുപോലെ സെക്കൻഡറി സ്ട്രക്ചറും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഫീച്ചർ ദാറ്റ് ആർ ഡെവലപ്ഡ് ഇൻ ദ ബോഡി ഓഫ് ദ റോക്ക് ഡ്യൂറിങ് ഫോർമേഷൻ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫീച്ചേഴ്സിന്, അതായത് സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ പ്രൈമറി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് സ്ട്രാറ്റിഫിക്കേഷനും ലാമിനേഷൻസ് ഒക്കെ പ്രൈമറി സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. ഓക്കെ, സെക്കൻഡറി സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ ഈ മോഡിഫൈഡ് റോക്കിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ്, അതായത് all the modification of the original structure and the development of new forms, shape that are induced in the rock after their formation and grouped as secondary structure. ഓക്കെ, അപ്പോൾ ഈ ഒറിജിനൽ മോഡിഫൈ ചെയ്ത്, അതായത് പ്രൈമറി സ്ട്രക്ചർ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സിനെയാണ് നമ്മൾ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഫോൾഡിങ്, ഫോൾട്ടിങ്, ജോയിൻറ്റിങ് ഒക്കെയാണ് സെക്കൻഡറി സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾസ്. സോ നമ്മൾ സ്ട്രക്ചറൽ ജിയോളജി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബേസിക് ടേംസ് പഠിക്കണം. അതിൽ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കുറച്ച് ടേംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഔട്ട് ക്രോപ്പാണ്. ഔട്ട് ക്രോപ്പ് എന്ന് വെച്ചാൽ ഡിഫൈൻഡ് ആസ് ആൻ എക്സ്പോഷർ ഓഫ് എ സോളിഡ് റോക്ക് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്, വെതറിങ്ങും എറോഷനൊക്കെ കാരണം റോക്ക് ലെയറിൻ്റെ അല്ലെങ്കിൽ ഫോർമേഷൻ എക്സ്പോസ് ആകും. അതിനെയാണ് നമ്മൾ ഔട്ട് ക്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫോർമേഷൻ എന്താണ്, ആ ലെയർ എക്സ്പോസ്ഡ് ആവുന്നതിനെയാണ് നമ്മൾ ഔട്ട് ക്രോപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബെഡിങ് ഓർ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ ലെയേർഡ് സ്ട്രക്ചർ, റോക്സിൽ നമ്മൾ കാണുന്ന ലെയേർഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ബെഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡിപ്പ് എന്ന് പറഞ്ഞാൽ ദി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് സ്ട്രക്ചർ ഓർ ലെയർ വിത്ത് ദി ഹൊറിസോണ്ടൽ. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് റോക്ക് സർഫസ് ഉണ്ടാക്കുന്ന അക്യൂട്ട് ആംഗിൾ. ഓക്കെ, അതിനാണ്, അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനും ആയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിന് കാണും, അതുമായിട്ട് റോക്കിൻ്റെ സർഫസ് ഉണ്ടാക്കുന്ന ആ ആംഗിൾ, അതിനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്ട്രൈക്ക്, ജിയോഗ്രഫിക്കൽ ഡയറക്ഷൻ ഓഫ് ദി എക്സ്റ്റൻഷൻ ഓഫ് ദി സ്ട്രക്ചർ. ദാറ്റ് ഈസ് ഡയറക്ഷൻ ഓഫ് ലൈൻ ഫോംഡ് ബൈ ദി ഇൻ്റർസെക്ഷൻ ഓഫ് റോക്ക് സർഫസ് വിത്ത് ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിനും റോക്ക് സർഫസും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ, അതിൻ്റെ ഡയറക്ഷനെയാണ് നമ്മൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ബെഡ് റോക്ക് ഔട്ട് ക്രോപ്പ്. ഓക്കെ, ഔട്ട് ക്രോപ്പിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബെഡിങ്ങിൻ്റെ ഫിഗറാണ് അടുത്തിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഡിപ്പും അതുപോലെ സ്ട്രൈക്കും. ഡിപ്പ് ആൻഡ് സ്ട്രൈക്ക് ഓഫ് ആൻ ഇൻക്ലൈൻഡ് ബെഡ്. ഓക്കെ, നമുക്ക് ആംഗിൾ ഓഫ് ഡിപ്പ് എവിടെയാണെന്ന് കാണാൻ പറ്റും. ഹൊറിസോണ്ടൽ പ്ലെയിനും ഇതിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ സ്ട്രൈക്കിൻ്റെ ഡയറക്ഷൻ, അതുപോലെ ഡയറക്ഷൻ ഓഫ് ഡിപ്പും കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലായി കാണും ഡിപ്പും സ്ട്രൈക്കും എങ്ങനെയാണ് വരുന്നതെന്ന്, ആ ആംഗിൾ എങ്ങനെയാണ് പോകുന്നതെന്നും ഡയറക്ഷൻ എങ്ങനെയാണ്, എങ്ങോട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡയറക്ഷൻ നോക്കേണ്ടതെന്നും ഫിഗർ കണ്ടാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് ജിയോളജിക്കൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഡിസ്പൊസിഷൻ ഓഫ് rocks in space or the way in which they are exposed at a place is called the attitude. Okay, disposition of rock in space അല്ലെങ്കിൽ way which they are exposed, ഒരു സ്ഥലത്ത് എക്സ്പോസ്ഡ് ആവുന്ന അതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് റോക്കിൻ്റെ. ഡിപ്പ് ആൻഡ് സ്ട്രൈക്ക് ആർ ടു ബേസിക് ടേംസ് യൂസ് ടു എക്സ്പ്രസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് എ റോക്ക് ബോഡി. ഓക്കെ, ഇത് സ്ട്രൈക്കും ഡിപ്പും ഒക്കെ കാണിക്കുന്ന ഒരു ഫിഗറാണ്.
ഓക്കെ, ഇനി ഡിപ്പ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എന്താണ് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് റോക്ക് സർഫസ് ഉണ്ടാക്കുന്ന അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, അതിനെയാണ് ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, dip is defined as the maximum angle of inclination of a layer of rock with the horizontal. Then it is expressed in the term of degree of inclination and direction of inclination. Degree of inclination അതായത് angle of inclinationനും അതുപോലെ direction of inclination എന്ന് വെച്ചാൽ layers may be directed in any direction. ഏത് ഡയറക്ഷനിൽ വേണോ ആ ലേയേഴ്സ് ഡയറക്റ്റ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷൻ ഓഫ് ഇൻക്ലിനേഷൻ അങ്ങനെയാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എന്താ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ആവാം. അതുകൊണ്ടാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞത്. ഓക്കെ, 90 ഡിഗ്രിയിൽ 0 to 90 ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. Then the layer may be inclined in any geographic direction. That is എന്താ എല്ലാ ഡയറക്ഷനിലോട്ടും പോകാം. അതായത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് അല്ലെങ്കിൽ സൗത്ത് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഉള്ള ഡയറക്ഷനിലോട്ടും ലെയേഴ്സിന് ഇൻക്ലൈൻ ചെയ്തിരിക്കാൻ പറ്റും. The direction is determined with a simple compass, whereas the angle of dip is determined with a instrument called ക്ലൈനോമീറ്റർ. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? സിമ്പിൾ കോമ്പസ് വെച്ച് നമുക്ക് ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യാം. ആംഗിൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ്, ക്ലൈനോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്താണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്ട്രൈക്ക് എന്താണെന്ന് വെച്ചാൽ it is a geographic direction given by the line of intersection of a horizontal plane with the bedding plane of a layer of rock. Okay, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. In which direction the bedding plane is inclined with the horizontal is called strike. Okay, എന്താണ് the bedding plane horizontal directionൽ ഇൻക്ലൈൻ ചെയ്തിരിക്കും. ഓക്കെ, ആ ഡയറക്ഷനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. സ്ട്രൈക്ക് മെഷർ ചെയ്യാൻ നമ്മൾ കോമ്പസ് ആണ് യൂസ് ചെയ്യുന്നത്. Now apparent dip and true dip എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, if the dip of layer is measured along the direction which is perpendicular to the strike of that layer, ഡിപ്പ് മെഷർ ചെയ്യുന്നത് സ്ട്രൈക്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ അതിനെ ട്രൂ ഡിപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഇഫ് ദ ഡിപ്പ് ഓഫ് എ ലെയർ ഈസ് മെഷേർഡ് അലോങ് എ ഡയറക്ഷൻ വിച്ച് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദി സ്ട്രൈക്ക് ലെയർ, അപ്പോൾ അതിന് എന്ത് പറയും? അപ്പാരൻറ്റ് ഡിപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ടു ദി സ്ട്രൈക്ക് ആണെങ്കിൽ നമ്മൾ അതിന് ട്രൂ ഡിപ്പ് എന്ന് പറയും. ഡിപ്പ് മെഷർ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ, അതായത് സ്ട്രൈക്കിന് പെർപെൻഡിക്കുലർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ അപ്പാരൻറ്റ് ഡിപ്പ് എന്ന് പറയും. അപ്പാരൻറ്റ് ഡിപ്പും അതുപോലെ ട്രൂ ഡിപ്പും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ബീറ്റ ഇൻറ്റു കോസ് ഗാമ. ആൽഫ എന്ന് പറയുന്നത് അപ്പാരൻറ്റ് ഡിപ്പ് ആംഗിൾ, അതുപോലെ ബീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ട്രൂ ഡിപ്പ്, ഗാമ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ സ്ട്രൈക്ക് ഓഫ് ദ ലെയർ ആൻഡ് ഡയറക്ഷൻ ഇൻ വിച്ച് ഡിപ്പ് ഈസ് മെഷേർഡ്. അപ്പോൾ ഈ ഡിപ്പിൻ്റെയും അതുപോലെ സ്ട്രൈക്കിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് നമ്മൾ ഗാമയായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് അപ്പാരൻറ്റ് ഡിപ്പിൻ്റെ അതുപോലെ ട്രൂ ഡിപ്പിൻ്റെ ഫിഗർ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ അതിനെ ട്രൂ ഡിപ്പാക്കും ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ അപ്പാരൻറ്റ് ഡിപ്പാണ് ഈ റെഡ് കളറിൽ കാണിക്കുന്നത്, അത് പെർപെൻഡിക്കുലർ അല്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളതിനെ അപ്പാരൻറ്റ് ഡിപ്പ് എന്ന് പറയുന്നത്. ഡിപ്പ് നമുക്ക് 3 ടൈപ്പായിട്ട് ഡിപ്പിനെ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ പ്രൈമറി ഡിപ്പെന്നും സെക്കൻഡറി ഡിപ്പെന്നും ലോക്കൽ ആൻഡ് റീജിയണൽ ഡിപ്പെന്നുമാണ് പറയുന്നത്. സോ പ്രൈമറി ഡിപ്പ് എന്ന് വെച്ചാൽ സോയിൽ ഫോർമേഷൻ ഇൻ ദ എർത്ത് ആർ ഇൻക്ലൈൻ ടു സെർട്ടൈൻ ആംഗിൾ. പ്രൈമറി ഡിപ്പിൽ എന്ന് പറയുന്നത് സോയിൽ ഫോർമേഷൻ, എർത്തിലെ സോയിൽ ഫോർമേഷൻ സെർട്ടൈൻ ആംഗിളിലോട്ട് എന്താണ് ആംഗിളായിട്ട് ഇൻക്ലൈൻ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇഫ് ദ ഡെപ്പോസിഷൻ ഓഫ് റോക്ക് ടേക്സ് place in this inclined surface, the resulting rock formation will be also inclined in the same fashion. ഓക്കെ, അപ്പം ഈ ഡെപ്പോസിഷൻ ഇൻക്ലൈൻഡ് സർഫസിലുള്ള ഡെപ്പോസിഷൻ, റോക്കിൻ്റെ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് ഡെപ്പോസിഷൻ ഓഫ് റോക്ക് ടേക്ക് പ്ലേസ് ഇൻ ദീസ് ആംഗിൾസ് ഇൻക്ലൈൻഡ് സർഫസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? റിസൾട്ടിങ് റോക്ക് ഫോർമേഷനും എന്താണ് സെയിം ഇതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. Such dip or inclination of the rock bed is called primary dip or depositional gradients and generally between 20 degree.
ബിലോ 20 ഡിഗ്രി, ബിലോ 20 ഡിഗ്രി ആയിരിക്കും പ്രൈമറി ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡറി ഡിപ്പ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻക്ലിനേഷൻ ഇൻഡ്യൂസ്ഡ് ഇൻ ദ സ്ട്രാറ്റ ആഫ്റ്റർ ഇറ്റ്സ് ഡെപ്പോസിഷൻ ഡ്യൂ ടു ദ ടെക്ടോണിക് ഫോഴ്സ് ടു വിച്ച് such strata have been subsequently subjected. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഡിപ്പ് എന്ന് വെച്ചാൽ ഇൻക്ലിനേഷൻ ഇൻഡ്യൂസ്ഡ് ഇൻ ദ സ്ട്രാറ്റ ആഫ്റ്റർ ഇൻക്ലിനേഷൻ എപ്പോഴാണ് വരുന്നത്? ടെക്ടോണിക് ഫോഴ്സ് എന്താണ് ഡ്യൂ ടു ദി ആഫ്റ്റർ ഇറ്റ്സ് ഡെപ്പോസിഷൻ ഡ്യൂ ടു ടെക്ടോണിക് ഫോഴ്സ്. ഓക്കെ, ടെക്ടോണിക് ഫോഴ്സ് കാരണമുള്ളതിന് ഡെപ്പോസിഷൻ കഴിഞ്ഞിട്ടായിരിക്കും എന്താ അവിടെ ഇൻക്ലിനേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനെയാണ് എന്താ സെക്കൻഡറി ഡിപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ അപ് ടു വെർട്ടിക്കൽ. സെക്കൻഡറി ഡിപ്പ് മേ റേഞ്ച് ഇൻ വാല്യൂ അപ് ടു വെർട്ടിക്കൽ ആൻഡ് ഓൾസോ സെക്കൻഡറി ഡിപ്പ് ആർ സീൻ ഇൻ ദി ഫോൾഡഡ് റീജിയൻ ഓഫ് ദി റോക്സിൻ്റെ ഫോൾഡഡ് റീജിയനിലായിരിക്കും നമ്മൾ സെക്കൻഡറി ഡിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ദെൻ ലോക്കൽ ആൻഡ് റീജിയണൽ ഡിപ്പ്. Local dip are inclinations of the rocks exposed in a limited area of observation. ഓക്കെ, ഇപ്പോൾ ലിമിറ്റഡ് ഏരിയയിൽ കാണാൻ പറ്റുന്ന ഡിപ്പ് അല്ലെങ്കിൽ അവിടെയുള്ള ഇൻക്ലിനേഷനെയാണ് നമ്മൾ ലോക്കൽ ഡിപ്പ് എന്ന് പറയുന്നത്. റീജിയണൽ ഡിപ്പാണെങ്കിൽ എന്താണ്? ഈസ് എൻ ആവറേജ് ജനറൽ ഇൻക്ലിനേഷൻ ഓഫ് എ സീരീസ് ഓഫ് ഫോർമേഷൻസ് എക്സ്പോസ്ഡ് ഓവർ എ വൈഡ് ഏരിയ. ഓക്കെ, ഓവർ എ വൈഡ് ഏരിയ അവിടെയുള്ള എന്താ ഒരു ആവറേജ് ഡിപ്പിനെയാണ് നമ്മൾ, ആവറേജ് ജനറൽ ഇൻക്ലിനേഷനെയാണ് നമ്മൾ ജനറൽ ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ,